പൂരം വിവാദത്തിൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത ആഭ്യന്തര സെക്രട്ടറിയുടെ തീരുമാനത്തെ പരിഹസിച്ച് PV അൻവർ MLA 2024 ഏറ്റവും വലിയ തമാശയാണ് ഈ അന്വേഷണം എന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ മറ്റൊരു എൻഡാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊട്ടും അത്ഭുതമില്ല. കാര്യങ്ങളെല്ലാം ശരിയായ വഴിക്കാണ് നടക്കുന്നത് എന്ന അഭിപ്രായവുമില്ല. ആളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണിത്. മറ്റൊന്നും പറയാനില്ലെന്നും PV അൻവർ ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ടറുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചു. താങ്കൾ കൂടി ഭാഗമായ ഇടതുമുന്നണിയുടെ ഭാഗമായ സർക്കാരല്ലേ ഈ ഉത്തരവിടുന്നത് എന്ന ചോദ്യത്തോട് ഞാൻ ഇടതുമുന്നണിയിൽ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല, കോൺഗ്രസുകാരനാണല്ലോ, എന്തു ചെയ്യും എന്ന പരിഹാസ മറുപടിയാണ് MLA നൽകിയത്. പൂരം പോലീസ് കലക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, സൂക്ഷിക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. സുനിൽകുമാർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു. പൂരം കലക്കിച്ചതാണ്. ഇടതിനോ കോൺഗ്രസിനോ കിട്ടേണ്ട വോട്ടുകൾ BJP പെട്ടിയിൽ ഉറപ്പിച്ച ശേഷമാണ് ADGP MR അജിത് കുമാർ വിശ്രമിച്ചത് എന്നും PV അൻവർ പറഞ്ഞു. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ കൈമാറിയ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറി അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും അന്വേഷണം എന്നതിൽ ഉടൻ തീരുമാനമുണ്ടാവും. മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ADGP DGPക്ക് കൈമാറിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ADGPയുടെ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ടുള്ള കുറിപ്പോടെയായിരുന്നു DGP റിപ്പോർട്ട് കൈമാറിയത്. ഇതുകൂടി കണക്കിലെടുത്താണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. തൃശൂർ പൂരം കലക്കിയതിൽ നടപടി ഉണ്ടാകുമെന്ന് CPI മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിരുന്നു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് CPI മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി ഈ ഉറപ്പ് നൽകിയിരുന്നത്. വിഷയം ഗൗരവമായി കാണുന്നുവെന്നും ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉചിതമായ നടപടിയെടുക്കുമെന്നുമാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചിരുന്നത്. ആ നിലക്ക് മുഖ്യമന്ത്രി അന്വേഷണത്തിന് അനുമതി കൊടുത്തേക്കും. പക്ഷേ അൻവർ പറഞ്ഞ പോലെ ഈ അന്വേഷണം ഏറ്റവും വലിയ തമാശയായി മാറുകയാണ്. ഇതിനിടെ ഇന്ന് കാലത്തിട്ട പോസ്റ്റിനെ തുടർന്ന് അൻവർ രാജിവെക്കാനുള്ള പുറപ്പാടാണോ എന്ന ചർച്ചയും പൊതുസമൂഹത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനമെന്നും അത് ഇത്തിരി കൂടുതലാണെന്നും തുടങ്ങുന്ന ഫേസ്ബുക്ക് കുറിപ്പാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. തുടർച്ചയായി സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിനെ മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിയ സാഹചര്യമാണ് മുന്നിലുള്ളത്. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും അതാണ് ഇടത് അനുഭാവി എന്ന നിലയിൽ ചെയ്യേണ്ടത് എന്നുമുള്ള നിർദ്ദേശമാണ് അൻവറിന് പാർട്ടി നൽകിയിരുന്നത്. അതിനിടെയാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം, അതിത്തിരി കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നാണ് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. MLA സ്ഥാനം രാജിവെക്കാൻ പോവുകയാണോ എന്ന ചോദ്യത്തോട് ഉചിതമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കുമെന്നാണ് അൻവർ പ്രതികരിച്ചത്. ജനങ്ങളോട് ചോദിച്ച് തീരുമാനിക്കും. എന്നെ തിരഞ്ഞെടുത്തത് അവരാണല്ലോ. അവരുമായി കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനം യുക്തമായ സമയത്ത് ഉണ്ടാവും. എനിക്ക് ഇതിലൊന്നും തെല്ലും ആശങ്കയില്ല. കേരളത്തിലെ ജനങ്ങളെ കുറിച്ചാണ് എനിക്ക് ആശങ്ക എന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തങ്ങളെ തള്ളിപ്പറയുന്ന നിലപാടല്ലേ സ്വീകരിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തോട് അതിനോടൊക്കെ ഇപ്പോൾ പ്രതികരിച്ചാൽ കൂടിപ്പോകും. പറയേണ്ട ഘട്ടം വരുമ്പോൾ പറയാം. എനിക്ക് പറയേണ്ടതെല്ലാം ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ബോധ്യപ്പെടാത്തവർക്ക് ചികിത്സ മാറ്റി പരീക്ഷിക്കാം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാം, 4:30 അഴിക്കുള്ളിൽ ആയില്ലെങ്കിൽ കാണാം എന്നും അൻവർ പറഞ്ഞു.